Hi all, welcome to the video. In this video, I'll explain about some of the concepts in code generation phase of the compiler. The first concept is runtime environments. Actually, code generation is the last phase of the compiler. The task of the code generation phase is generating the target code which has to be compiled by the compiler. ഇത് നമ്മൾ കമ്പൈലേഷന് കൊടുത്ത സോഴ്സ് കോഡിന് എക്വിവലൻ്റ് ആയിട്ടുള്ള ടാർഗറ്റ് കോഡ് ഒരു ടാർഗറ്റ് മെഷീന് സ്പെസിഫിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോഡ് ജനറേഷൻ ഫേസിൻ്റെ ടാസ്ക്. അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റാണ് റൺ ടൈം എൻവയോൺമെൻറ്റ്സ്. ഇനി വൈ വി ആർ കൺസിഡറിങ് ദറ്റ് റൺ ടൈം എൻവയോൺമെൻറ്റ്, അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജാവയൊക്കെ പഠിക്കുന്ന സമയത്ത് ജാവയിൽ നമ്മൾ പറയാറുണ്ട് JRE, ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ജാവയുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പം ജനറലായിട്ട് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് റൺ ടൈം എൻവയോൺമെൻറ്റ്. റൺ ടൈം എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രോഗ്രാം എന്താണ്, പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ടെക്സ്റ്റിലേക്ക് കോഡ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻസ്ട്രക്ഷൻ എക്സെട്ര. നമ്മളൊരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് അനുസരിച്ച് ഇന്നത്തെ കോഡ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം എന്നുള്ളത്. സോ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ടെക്സ്റ്റ് ആണ്. ഇനി പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഇംപ്ലൈസ് ദ റൺ ടൈം ഓഫ് ദ പ്രോഗ്രാം ആണ്. ആ പ്രോഗ്രാം ഒരു എക്സിക്യൂഷനിലേക്ക് പോകുമ്പോഴാണ് റൺ ടൈം ഓഫ് ദ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Then a runtime environment in compiler design refers to the structure and mechanism that allow a program to execute. ഇത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചറും അതുപോലെ മെക്കാനിസംസും എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം കൂടി ടോട്ടലി നമ്മൾ റെഫർ ചെയ്യുന്നതാണ് റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആ പ്രോഗ്രാം അവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ബിഹൈൻഡ് ആയിട്ട് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റൺ ടൈം എൻവയോൺമെൻറ്റ് എന്ന കോൺസെപ്റ്റിൻ്റെ അകത്ത് പറയുന്നത്. So it includes memory management, function call handling, data storage and control flow. All these concepts. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൽ ഓരോ പാർട്ടിനും നമുക്ക് മെമ്മറി മാനേജ്മെൻറ്റ് നടക്കണം. അതായത് മെമ്മറി അലോക്കേഷൻ, ഡി അലോക്കേഷൻ ഒക്കെ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നടക്കണം. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫംഗ്ഷൻസ് കോൾ ചെയ്യണം, അതിനെ എക്സിക്യൂട്ട് ചെയ്യണം, അതിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യണം. പിന്നെ ഉള്ളത് ഡാറ്റ സ്റ്റോറേജ് ആണ്. അത് മെമ്മറി മാനേജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് നടക്കുന്നതാണ് ഡാറ്റ സ്റ്റോറേജ്. പിന്നെ കൺട്രോൾ ഫ്ലോ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണോ അതിൻ്റെ അകത്ത് ഒരു പ്രോഗ്രാമിൻ്റെ നെസസറി ആയിട്ട് ആവശ്യമുള്ളത്, അതായത് സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ മെക്കാനിസംസ് എന്തൊക്കെയാണ്, ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് പറയുന്ന ഒരു ടൈമാണ് റൺ ടൈം എൻവയോൺമെൻറ്റ്. റൺ ടൈം എൻവയോൺമെൻറ്റിൽ the compiler generates code that interacts with the runtime environment to ensure correct execution. അതായത് കമ്പൈലറിൻ്റെ ഫൈനൽ ടാസ്ക് എന്ന് പറയുന്നത് it has to generate the object code. So that object code should interact with the runtime environment to ensure correct execution. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കറക്റ്റ് എക്സിക്യൂഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ it has to interact with that runtime environment. So the runtime support system is a package that is mainly generated with the എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം. ഇത് ഒരു എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമിനൊപ്പം തന്നെ ഒരു പാക്കേജ് ആയിട്ടാണ് റൺ ടൈം സപ്പോർട്ട് സിസ്റ്റം വരിക. അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് കോൺസെപ്റ്റ്സ് അതിൻ്റെ അകത്തുണ്ട്. അതായത് കളക്ഷൻ ഓഫ് ടെക്നോളജീസ് അല്ലെങ്കിൽ മെക്കാനിസംസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. നമ്മുടെ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാമാണ് ഈ റൺ ടൈം സപ്പോർട്ട് സിസ്റ്റത്തിലെ പാക്കേജിൽ ഉണ്ടാകുക. അപ്പോൾ ആ പാക്കേജിലുള്ള ആ ഒരു പാർട്ടെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ ഒരു എക്സിക്യൂഷനിലേക്ക് പോവുകയും ആ എക്സിക്യൂഷൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് യൂസർക്ക് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ് ആൻഡ് ദ റൺ ടൈം എൻവയോൺമെൻറ്റ്. അതായത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പെർഫോം ചെയ്യുക പ്രോസസ്സും റൺ ടൈം എൻവയോൺമെൻറ്റും തമ്മിലാണ്. ഇതാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്ന ടാസ്ക്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കുറച്ച് ടാസ്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് മെമ്മറി മാനേജ്മെൻറ്റ്, ഫംഗ്ഷൻ കോൾ ഹാൻഡ്ലിംഗ്, കൺട്രോൾ ഫ്ലോ, അതുപോലെ ഡാറ്റ സ്റ്റോറേജ് ഒക്കെയാണ്. അപ്പോൾ ഇറ്റ് ഓൾസോ മാനേജ് ദ മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ വെൻ ദ പ്രോഗ്രാം ഈസ് ഇൻ എക്സിക്യൂഷൻ ആണ്. നമുക്കറിയാം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും
ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മെമ്മറി അലോക്കേഷനും ഡി അലോക്കേഷനും. അത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആകട്ടെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആകട്ടെ, മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് റൺ ടൈം മെമ്മറിയെ കുറിച്ചാണ്. അപ്പം അങ്ങനെ റൺ ടൈം മെമ്മറിയെ കുറിച്ച് പറയുമ്പം നമ്മൾ കുറച്ച് ഡെഫിനേഷൻസ്, അതായത് എന്തൊക്കെയാണ് ഈ റൺ ടൈം മെമ്മറിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസ് ഉള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിലെ ഫസ്റ്റ് ഡെഫിനേഷൻ പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സ് എന്താണെന്നുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഒരു ഫിസിക്കൽ അഡ്രസ്സ്. അതായത് ഇറ്റ് ഇസ് എ ആക്ച്വൽ ലൊക്കേഷൻ ഇൻ ദ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി വേർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്. അതായത് നമ്മുടെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്ന ആക്ച്വൽ റാമിലെ മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്ന റാമിലെ ലൊക്കേഷൻ, അതായത് മെയിൻ മെമ്മറിയിലെ ലൊക്കേഷനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് എന്നതുകൊണ്ട് റെഫർ ചെയ്യുന്നത്. ഇനി ഫിസിക്കൽ അഡ്രസ് സ്പേസ് ഓഫ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ it refers to the total range of physical addresses that a system's memory can access. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ എത്ര മെമ്മറി ഏരിയ ആണ്, ഇപ്പോൾ 100 ബൈറ്റ്സ് ആയിരിക്കാം അതിൽ ഒരു പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ 1 GB മെമ്മറി ആയിരിക്കും അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നത്. ആ ടോട്ടൽ റേഞ്ച് ഓഫ് ഫിസിക്കൽ അഡ്രസ്സസിനെയാണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോജിക്കൽ അഡ്രസ്, ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ് ഇസ് ദ അഡ്രസ് ജനറേറ്റഡ് ബൈ ദ CPU ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് CPU അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും അതിൽ ഓരോ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി. അതിനെയാണ് ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്. ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ആ ലോജിക്കൽ അഡ്രസ് ഈസ് ഓൾസോ നോൺ ആസ് വെർച്വൽ അഡ്രസ് എന്നും അറിയപ്പെടാറുണ്ട്. അത് വെർച്വൽ ആണ്, അത് അങ്ങനെ ഒരു അഡ്രസ് അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കില്ല. ബട്ട് ജസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ഓരോ പാർട്ടിന് വേണ്ടിയും CPU ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. അതിനെയാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എൻ്റയർ പ്രോഗ്രാമിന് വേണ്ടി ടോട്ടലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ ലോജിക്കൽ അഡ്രസ്സസിനെ നമുക്ക് ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് റെഫർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഡെഫിനേഷൻസ് ആണ്. ഫിസിക്കൽ അഡ്രസ് എന്താണ്, ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്താണ്, ലോജിക്കൽ അഡ്രസ് എന്താണ്, ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്താണെന്നുള്ളത്. ഇനി മനസ്സിലാക്കേണ്ടത് റൺ ടൈം എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് ഈ റൺ ടൈം മെമ്മറിയുടെ ഓർഗനൈസേഷൻ, സ്റ്റോറേജ് ഓർഗനൈസേഷൻ. From storage organization in a runtime memory or runtime environment defines how memory is allocated, managed, and deallocated for program execution. അതായത് ഈ സ്റ്റോറേജ് ഓർഗനൈസേഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ മാനേജ് ചെയ്യുന്നു, പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നെസസറി ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഡി അലോക്കേഷൻ ഒക്കെ പെർഫോം ചെയ്യും. അതായത് അലോക്കേഷൻ, മാനേജ്മെൻറ്റ്, ഡി അലോക്കേഷൻ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ എന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. So it ensures efficient memory usage for variables, function calls, dynamically allocated objects. ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വേരിയബിൾസിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ കോൾസ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ കോൾസിന് നെസസറി ആയിട്ടുള്ള മെമ്മറി മാനേജ്മെൻറ്റ് നടത്തണം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനെ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഉണ്ടാവും, അതിനും നെസസറി ആയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അലോക്കേഷനും ഡി അലോക്കേഷനും പെർഫോം ചെയ്യുക. അപ്പം ഒരു റൺ ടൈം മെമ്മറിയുടെ അല്ലെങ്കിൽ റൺ ടൈം എൻവയോൺമെൻറ്റിലെ റൺ ടൈം മെമ്മറി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് റൺ ടൈം മെമ്മറി ഇൻ ദ റൺ ടൈം എൻവയോൺമെൻറ്റ് ഈസ് കോഡ്, സ്റ്റാറ്റിക്, ഹീപ്പ്, ഫ്രീ മെമ്മറി, സ്റ്റാക്ക്. ഇനി കോഡ് എന്നതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത് പ്രോഗ്രാം പ്ലസ് ലൈബ്രറി ഫയൽസ് ആണ്. ഇത് ടോട്ടൽ റൺ ടൈം മെമ്മറിയാണ്. റൺ ടൈം മെമ്മറിയിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണ്. കോഡ് സെക്ഷൻ, സ്റ്റാറ്റിക് സെക്ഷൻ, ഹീപ്പ് സെക്ഷൻ, ഫ്രീ മെമ്മറി, സ്റ്റാക്ക്. അപ്പോൾ അതിൽ കോഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോഗ്രാം ആൻഡ് ലൈബ്രറി ഫയൽസ് വിച്ച് ഈസ് നീഡഡ് ടു എക്സിക്യൂട്ട് ദാറ്റ് പ്രോഗ്രാം ആണ്. അതായത് ആ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് കോഡും ലൈബ്രറി ഫയൽസ്, ഏതൊക്കെ ലൈബ്രറി ഫയൽസ് ആണ് നെസസറി ആയിട്ടുള്ള അതെല്ലാം കൂടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയാണ് കോഡ്. സ്റ്റാറ്റിക് എന്നതിനകത്ത് വരുന്നത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. അത് നമുക്കറിയാം, നമ്മൾ പ്രോഗ്രാമിൽ ഗ്ലോബൽ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാണ്ട് ആ ഗ്ലോബൽ വേരിയബിൾസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ മെമ്മറി ഏരിയയാണ് സ്റ്റാറ്റിക് എന്നുള്ള മെമ്മറി ഏരിയ. ഹീപ്പ് എന്നുള്ളത് ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറിയാണ്. ഇത് റൺ ടൈമിൽ മെമ്മറി അലോക്കേഷൻ ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഹീപ്പ് മെമ്മറി ഏരിയയിലായിരിക്കും. പിന്നെ ഫ്രീ മെമ്മറിനെ നമുക്കിപ്പം വിടാം. അടുത്തത് സ്റ്റാക്ക് ആണ്. സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ദറ്റ് ആക്ടിവേഷൻ ഫ്രെയിംസ്. അതായത് ആക്ടിവേഷൻ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യുക. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം കൺട്രോൾ ട്രാൻസ്ഫറിങ് ഒക്കെ നടത്തണം. അപ്പോൾ ഓരോ ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെക്കോർഡ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് അതിൻ്റെ ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യും.
അതിനെയാണ് ആക്ടിവേഷൻ ഫ്രെയിംസ് അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ആക്ടിവേഷൻ റെക്കോർഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയയാണ് സ്റ്റാക്ക്. ഇനി ഇതിൽ ഹീപ്പും സ്റ്റാക്കും ഒരു ഓപ്പോസിറ്റ് എൻഡിലാണ് വരുന്നത്. ഇത് ഫ്രീ മെമ്മറിയുടെ ഓപ്പോസിറ്റ് എൻഡിലാണ് ഹീപ്പും സ്റ്റാക്കും വരുന്നത്. അപ്പോൾ ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി എന്നുള്ളത് അത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സ്റ്റാക്കും നമ്മുടെ ഫംഗ്ഷൻ കോളിനനുസരിച്ച് നമുക്ക് ആ സ്പേസ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരാം. അത് ഫംഗ്ഷൻ കോൾ, അതായത് ആ ഫംഗ്ഷൻ കോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഡീഅലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഏരിയ എപ്പോഴും നമുക്ക് ഗ്രോ ചെയ്യാനും ഷ്രിങ്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രീ മെമ്മറിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഹീപ്പും സ്റ്റാക്കും വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ സബ് ഡിവിഷൻ ഓഫ് റൺ ടൈം മെമ്മറി ഇൻ റൺ ടൈം എൻവയോൺമെന്റ്. അപ്പോൾ അത് വരുന്നത് 5 സെക്ഷൻസ് ആണ്. കോഡ് സെക്ഷൻ, സ്റ്റാറ്റിക് സെക്ഷൻ, ഹീപ്പ് സെക്ഷൻ, ഫ്രീ മെമ്മറി ആൻഡ് സ്റ്റാക്ക്. ഇനി അതിനകത്തെ കോഡ് സെഗ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഓൾറെഡി പ്രോഗ്രാമും അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ നെസസറി ആയിട്ടുള്ള ലൈബ്രറി ഫയൽസുമാണ് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. സോ ഇറ്റ് സ്റ്റോർസ് ദറ്റ് കമ്പൈൽഡ് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരിക്കലും അത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ അല്ല, കമ്പൈൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് കോഡ് ആയിരിക്കും അവിടെ വരിക. സോ ഇറ്റ് ഈസ് എ റീഡ് ഓൺലി ഏരിയ ടു പ്രിവെൻറ്റ് ആക്സിഡൻ്റൽ മോഡിഫിക്കേഷൻ ആണ്. നമുക്ക് ഒരിക്കലും അത് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാമിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് റീഡ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. സ്റ്റാറ്റിക് ഡാറ്റ സെഗ്മെന്റ് എന്ന് പറയുമ്പം സ്റ്റോർസ് ഗ്ലോബൽ സ്റ്റാറ്റിക് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ആണ്. അതായത് നമുക്ക് ഗ്ലോബൽ എന്ന് പറയുമ്പം പ്രോഗ്രാമിലെ എല്ലാ പാർട്ടിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആണ് ഗ്ലോബൽ വേരിയബിൾസ്. സ്റ്റാറ്റിക് വേരിയബിൾസും അതേ കോൺസെപ്റ്റ്സ് തന്നെയാണ്. കോൺസ്റ്റൻസിൻ്റെയും വാല്യൂ ഒരിക്കലും എക്സിക്യൂഷൻ ടൈമിൽ ചേഞ്ച് ആകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ആണ് സ്റ്റാറ്റിക് ഡാറ്റ സെഗ്മെന്റിൽ ഹോൾഡ് ചെയ്യുക. ഇറ്റ് അലോക്കേറ്റഡ് അറ്റ് കമ്പൈൽ ടൈം ആൻഡ് റിമെയിൻസ് ഇൻ മെമ്മറി ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ്. ഇത് കമ്പൈൽ ടൈമിൽ തന്നെ ഈ മെമ്മറിയിൽ അലോക്കേഷൻ പെർഫോം ചെയ്തിരിക്കും. അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ അവിടെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് ഹീപ്പാണ്. ഇറ്റ് യൂസ് ഫോർ ഡൈനാമിക് അലോക്കേഷൻ ആണ്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. അതായത് ചിലപ്പോൾ നമ്മൾ ഒബ്ജക്ട്സ്, ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്ട്സ് എന്നുള്ള കോൺസെപ്റ്റിൽ ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം അത് ഡൈനാമിക് അലോക്കേഷൻ ആണ് പെർഫോം ചെയ്യുക. പിന്നെ ഡാറ്റ സ്ട്രക്ചർ, അതായത് ഒരു ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് അതിനെ ഗ്രോ ചെയ്യാനും ഷ്രിങ്ക് ചെയ്യാനൊക്കെ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡൈനാമിക് അലോക്കേഷൻ ഒക്കെ ആയിട്ട് നെസസറി ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഹീപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് റൺ ടൈം യൂസിങ് ഫങ്ഷൻസ് ലൈക്ക് malloc in C or new in Java. Deallocation is done manually free of in C ആണ്, അല്ലെങ്കിൽ ഫ്രീ ഓഫ് ഇൻ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി സിയിൽ അതിനെ dealloc എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പെർഫോം ചെയ്യുന്ന ഗ്യാർബേജ് കളക്ഷൻ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡീഅലോക്കേറ്റ് ചെയ്ത് ആ മെമ്മറിനെ വേറെയുള്ള കോമ്പോണൻസിന് അലവ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഗ്യാർബേജ് കളക്ഷൻ. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ഹീപ്പ് മെമ്മറി സെഗ്മെന്റിലാണ്. അടുത്ത സ്റ്റാക്ക് ആണ്. ഈ സ്റ്റോർ ഫംഗ്ഷൻ കോൾ ഇൻഫർമേഷൻ, ലോക്കൽ വേരിയബിൾസ് ഓഫ് ദറ്റ് ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ അഡ്രസ്സസ് ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് മാനേജ്ഡ് യൂസിങ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചർ ആണ്. ഇത് സ്റ്റാക്കിൻ്റെ ഒരു ഓർഗനൈസേഷൻ നമുക്കറിയാം. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഏതാണോ ഏറ്റവും ലാസ്റ്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അതാണ് ആ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അവിടുന്ന് പോപ്പ് ഔട്ട് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഹോൾഡ് ചെയ്യുക ഫംഗ്ഷൻ കോളിൻ്റെ ഇൻഫോർമേഷൻസ് ആണ്. ഫംഗ്ഷൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ലോക്കൽ വേരിയബിൾസ്, ആ ഫംഗ്ഷന് നെസസറി ആയിട്ടുള്ള ലോക്കൽ വേരിയബിൾസിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ റിട്ടേൺ അഡ്രസ്സുമാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാക്ക് മെമ്മറി ഏരിയയിൽ ഹോൾഡ് ചെയ്യുക. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് അലോക്കേഷൻ ആണ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു കേസാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് അലോക്കേഷൻ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന കേസ് മെമ്മറി അസൈൻമെന്റ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ്. ഇത് ആ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ എങ്ങനെയാണ് മെമ്മറി വേരിയബിൾസിനും ഡാറ്റ സ്ട്രക്ചേഴ്സിനും അസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് അലോക്കേഷനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രണ്ട് രീതിയിലാണ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സ്റ്റോറേജ് അലോക്കേഷൻ. ഇനി ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് കമ്പൈൽ ടൈം ആൻഡ് റിമെയിൻസ് ഫിക്സഡ് ത്രൂ ഔട്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ. അതായത് മെമ്മറിയുടെ അലോക്കേഷൻ പെർഫോം ചെയ്തത് കമ്പൈലേഷൻ ടൈമിലാണ്. ഇനി ആ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ഒരിക്കലും അവിടെ നമുക്ക് ഡീഅലോക്കേഷൻ നടക്കുന്നില്ല. പകരം അവിടെ അത് ഫിക്സഡ് ആയിട്ട് പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ കഴിയുന്നിടം വരെ അത് ഫിക്സഡ് ആയിട്ട് അവിടെ തന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദ അലോക്കേറ്റഡ് മെമ്മറി കനോട്ട് ബി റീസൈസ്ഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ. അതിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഒരു പോസിബിലിറ്റി സ്റ്റാറ്റിക് അലോക്കേഷനകത്ത് ഉണ്ടാകത്തില്ല. So the memory allocation occurs before execution starts. അതായത് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ
ആ മെമ്മറി അലോക്കേഷൻ നടത്തിയിരിക്കും. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റൺ ടൈം ഓഫ് എ പ്രോഗ്രാമാണ്. അപ്പോൾ റൺ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോഗ്രാമിന് വേണ്ട നെസസറി ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡൈനാമിക് അലോക്കേഷൻ ആണ്. ഡൈനാമിക് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് റൺ ടൈം അലൗവിങ് ഫ്ലെക്സിബിൾ മെമ്മറി യൂസേജ് ആണ്. അതായത് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് റൺ ടൈമിലാണെങ്കിൽ റൺ ടൈം ഓഫ് എ പ്രോഗ്രാം ആണെങ്കിൽ നമുക്കതിനെ ഡൈനാമിക് അലോക്കേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് അലൗ ഫ്ലെക്സിബിൾ മെമ്മറി യൂസേജ് ആണ്. ഇത് നമുക്ക് ഗ്രോ ചെയ്യാനും ഷ്രിങ്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അലോക്കേറ്റഡ് മെമ്മറി ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ് ആസ് നീഡഡ് ആണ്. നമുക്ക് ആവശ്യമുള്ളതുപോലെ, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ആവശ്യമുള്ള പോലെ നമുക്ക് അതിനെ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമുക്ക് പറ്റും. The memory is allocated when required and freed when no longer needed. അതായത് നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് പഠിക്കുന്ന കാര്യമാണ്. ഇപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയ ജാവയുടെ കേസിലാണെങ്കിൽ ഒബ്ജക്റ്റ് ആവശ്യമുള്ളപ്പം അതിനുവേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റിനെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അതിനെ ഡി അലോക്കേറ്റ് ചെയ്ത് ആ മെമ്മറി അതിനെ ഫ്രീ അപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ, അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ രണ്ട് തരത്തിലാണ് മെമ്മറി അലോക്കേഷൻ നടക്കുക. അതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജീസ്. മെയിൻലി നമുക്ക് വരുന്നത് 3 കാറ്റഗറീസ് ഓഫ് സ്റ്റോറേജ് അലോക്കേഷൻ ആണ്. സ്റ്റാറ്റിക് അലോക്കേഷൻ, സ്റ്റാക്ക് അലോക്കേഷൻ, ഹീപ്പ് അലോക്കേഷൻ. അപ്പം സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജി ഇറ്റ് ഡിഫൈൻസ് ഹൗ മെമ്മറി ഈസ് അസൈൻ ടു വേരിയബിൾസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻ എ പ്രോഗ്രാം ആണ്. അത് നമ്മളിപ്പം പറഞ്ഞ പോലെ സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക് അലോക്കേഷൻ്റെ അത് നമ്മൾ പറഞ്ഞ കേസ് ഇത് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജിക്കാസ് നമ്മൾ പറയുന്നത് ഹൗ മെമ്മറി ഈസ് അസൈൻ ടു വേരിയബിൾസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻ എ പ്രോഗ്രാം ആണ്. ദീസ് സ്ട്രാറ്റജീസ് ആർ യൂസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പൈലേഴ്സ് ടു മാനേജ് മെമ്മറി എഫിഷ്യൻ്റ്ലി ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ കമ്പൈലറും ഈ രീതിയിൽ തന്നെയായിരിക്കും മെമ്മറി അലോക്കേഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇതും വരുന്നത് സ്റ്റാറ്റിക് അലോക്കേഷൻ, സ്റ്റാക്ക് അലോക്കേഷൻ ആൻഡ് ഹീപ്പ് അലോക്കേഷൻ ആണ്. സോ ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് അലോക്കേഷൻ തന്നെയാണ്. സ്റ്റാറ്റിക് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് കമ്പൈൽ ടൈമിൽ പെർഫോം ചെയ്യുന്ന അലോക്കേഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റിമൈൻസ് ഫിക്സഡ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ്. അതായത് ആ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ അതിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഒരു പോസിബിലിറ്റി ഇല്ല. So the allocated memory cannot be resized or freed until the program terminates. Already ഈ കോൺസെപ്റ്റ് നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞതാണ്. എന്നാൽ സ്റ്റോറേജ് അലോക്കേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ 3 എണ്ണത്തിനെ കുറിച്ച് മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. ഇനി ഇറ്റ് യൂസ് ഫോർ ഗ്ലോബൽ വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ആണ്. മെയിനായിട്ട് ഈ ഒരു മെമ്മറി അലോക്കേഷൻ പെർഫോം ചെയ്യുക ഗ്ലോബൽ വേരിയബിൾസിൻ്റെ കേസിലും സ്റ്റാറ്റിക് വേരിയബിൾസിൻ്റെ കേസിലും കോൺസ്റ്റൻസിൻ്റെ കേസിലുമാണ്. മെമ്മറി ലൊക്കേഷൻസ് ആർ പ്രീ ഡിഫൈൻ ആൻഡ് ഡു നോട്ട് ചേഞ്ച് ആണ്. അതായത് മെമ്മറിയുടെ ലൊക്കേഷൻസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. കമ്പൈലേഷൻ ടൈമിൽ നടക്കുന്ന ഒരു അലോക്കേഷനെയാണ് സ്റ്റാറ്റിക് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രീ ഡിഫൈൻഡ് ആണ് ആൻഡ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ടൈം. അതായത് ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാനും പറ്റത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് സിൻസ് നോ റൺ ടൈം അലോക്കേഷൻ ഈസ് റിക്വയർഡ്. അതായത് റൺ ടൈമിൽ ഒരു എലമെൻറ്റിനെ, അതായത് ഗ്ലോബൽ വേരിയബിളിനോ സ്റ്റാറ്റിക് വേരിയബിളിനെയോ ഒക്കെ പ്രോസസ്സ് ചെയ്ത് അതിന് വേണ്ട നെസസറി മെമ്മറി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബിഫോർ ദ എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് ഇറ്റ് വിൽ ബി ഓൾറെഡി അലോക്കേറ്റഡ് ദ മെമ്മറി ഫോർ ഗ്ലോബൽ വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് അലോക്കേഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റു സ്ട്രാറ്റജിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നത് സ്റ്റാറ്റിക് അലോക്കേഷൻ സ്ട്രാറ്റജി വെച്ചിട്ടാണ്. ഇറ്റ് കനോട്ട് ഹാൻഡിൽ വേരിയബിൾ സൈസ്ഡ് ഡാറ്റ ഡൈനാമിക്കലി. ഇത് നമുക്കൊരിക്കലും ഈ കേസിൽ ഡൈനാമിക് അലോക്കേഷൻ നീഡഡ് ആയിട്ടുള്ള വേരിയബിൾ സൈസ്ഡ് ഡാറ്റയുടെ അലോക്കേഷൻ ഒരിക്കലും സ്റ്റാറ്റിക് അലോക്കേഷൻ വഴി നമുക്ക് പെർഫോം ചെയ്യാം. ഫിക്സഡ് ആയിട്ടുള്ളതിനെ മാത്രമേ നമുക്ക് സ്റ്റാറ്റിക് അലോക്കേഷൻ വഴി അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ സ്റ്റാക്ക് അലോക്കേഷൻ ആണ്. സ്റ്റാക്ക് അലോക്കേഷൻ്റെ കേസിലും memory is allocated automatically when a function is called and deallocated when the function returns ആണ്. ഈ സ്റ്റാക്ക് അലോക്കേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് ഓൺലി ഇൻ ദ ബേസിസ് ഓഫ് ദ ഫംഗ്ഷൻ കോൾ ആൻഡ് റിട്ടേൺ ആണ്. അതായത് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കോൾ, ആ ഫംഗ്ഷൻ കോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിനുവേണ്ടി ആ ഫംഗ്ഷന് വേണ്ടിയുള്ള നെസസറി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ കോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറിനെ ഡീഅലോക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അത് ആ മെമ്മറി റിട്ടേൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്റ്റാക്ക് അലോക്കേഷനകത്ത് വരുന്നത്. അപ്പം സ്റ്റാക്ക് അലോക്കേഷൻ ഇറ്റ് ഈസ് ഓൺലി റിലേറ്റഡ് വിത്ത് ദാറ്റ് ഫംഗ്ഷൻ കോൾ ആൻഡ് റിട്ടേൺ മെക്കാനിസത്തിനകത്ത് വരുന്ന ഒരു അലോക്കേഷൻ സ്ട്രാറ്റജിയാണ് സ്റ്റാക്ക് അലോക്കേഷൻ. സോ ഇറ്റ് അലോസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അപ്രോച്ച് ആണ്. ഇത് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അപ്രോച്ച് ആണ് അതിൻ്റെ ഒരു ഓപ്പറേഷണൽ മെത്തേഡ്.
അപ്പം ആ രീതി തന്നെയാണ് സ്റ്റാക്ക് അലോക്കേഷൻ സ്ട്രാറ്റജിയിലും യൂസ് ചെയ്യുന്നത്. It used for local variables and function parameters. അതായത് മെയിൻലി ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അലോക്കേഷൻ സ്ട്രാറ്റജിയാണ് സ്റ്റാക്ക് അലോക്കേഷൻ സ്ട്രാറ്റജി. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോക്കൽ വേരിയബിൾസ് ആൻഡ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പെർഫോം വിത്ത് ഫാസ്റ്റ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ. അതായത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഡി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ആക്ച്വലി നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലാണ് ഫംഗ്ഷൻ കോൾ നമ്മൾ പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ അവിടെ വളരെ ഫാസ്റ്ററായിട്ട് അതിനുവേണ്ട നെസസറി മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഡി അലോക്കേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് സ്റ്റാക്ക് അലോക്കേഷൻ വഴി ചെയ്യുന്നത്. സോ ലിമിറ്റഡ് മെമ്മറി സൈസ്. സോ സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കേഴ്സ് ഇഫ് ടു മച്ച് മെമ്മറി ഈസ് യൂസ്ഡ്. അതായത് ഇതിൻ്റെ മെമ്മറി ഒരിക്കലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ലിമിറ്റഡ് മെമ്മറി മാത്രമേ സ്റ്റാക്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാക്ക് ഓവർഫ്ലോ എന്നൊരു സിറ്റുവേഷൻ അവിടെ ഒക്കർ ചെയ്യാനുള്ളൊരു പോസിബിൾ. അതായത് നമ്മൾ ടു മച്ച് ഓഫ് മെമ്മറി അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഹീപ്പ് അലോക്കേഷൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹീപ്പും സ്റ്റാറ്റിക് എന്നുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് എൻഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹീപ്പും സ്റ്റാക്ക് എന്നുള്ളത് നമ്മൾ ഓപ്പോസിറ്റ് എൻഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഗ്രോ ചെയ്യാനും ഷ്രിങ്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഓൾറെഡി ഫസ്റ്റ് കോഡ് സെഗ്മെന്റിന്റെ റൺ ടൈം മെമ്മറിയുടെ സെഗ്മെന്റിൽ പറഞ്ഞിരുന്നു. അപ്പം ഹീപ്പ് അലോക്കേഷൻ എന്നുള്ളത് റൺ ടൈം മെമ്മറി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അലോക്കേഷൻ സ്ട്രാറ്റജിയാണ് ഹീപ്പ് അലോക്കേഷൻ. സോ മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് റൺ ടൈം ആൻഡ് ദ പ്രോഗ്രാം കൺട്രോൾസ് ഇറ്റ് സൈസ് ആൻഡ് ലൈഫ് ടൈം ആണ്. പ്രോഗ്രാമിന്റെ കൺട്രോൾസ്, അതായത് ഇതുവഴി നമുക്ക് പ്രോഗ്രാം കൺട്രോൾസ് ഇറ്റ് സൈസ് ആൻഡ് ലൈഫ് ടൈം ആണ്. ആ പ്രോഗ്രാമിന്റെ സൈസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ അതിന്റെ ലൈഫ് ടൈമിനെ നമുക്ക് ഇതുവഴി കൺട്രോൾ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. And it is used for dynamic data structures like a linked list, tree and dynamic array, അല്ലെങ്കിൽ ക്ലാസ്സസ് ആൻഡ് ക്ലാസിന്റെ ഒബ്ജക്ട്സിന് വേണ്ടി നമുക്ക് മെമ്മറി അലോക്കേഷൻ ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഹീപ്പ് അലോക്കേഷൻ സ്ട്രാറ്റജി. ആൻഡ് ഇറ്റ് ഈസ് മാനേജ്ഡ് യൂസിങ് ഫംഗ്ഷൻസ് ലൈക്ക് malloc, calloc, realloc ആൻഡ് ഫ്രീ, അതുപോലെ തന്നെ ന്യൂ എന്ന ഓപ്പറേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ അലോക്കേഷൻ ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്യുക. അപ്പോൾ ഏത് പ്രോഗ്രാം, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കേസിലാണെങ്കിൽ malloc, calloc, റിയലോക്കുമാണ് യൂസ് ചെയ്യുക. അതുപോലെ ഹീപ്പ് അലോക്കേഷന്റെ കേസിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യാം, അതിനൊപ്പം ന്യൂ എന്ന ഓപ്പറേറ്റർ മിനു എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി അതിനെ ഡിഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഅലോക്ക്, ഫ്രീ ഓഫ് എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇറ്റ്സ് സ്ലോവർ ദാൻ സ്റ്റാക്ക് അലോക്കേഷൻ ഡ്യൂ ടു മാനുവൽ മെമ്മറി മാനേജ്മെന്റ്. നമ്മൾ മാനുവൽ ആയിട്ടാണ് ഇതിന്റെ മെമ്മറി മാനേജ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റാക്ക് അലോക്കേഷനേക്കാളും വളരെ സ്ലോവർ ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും അവിടെ പെർഫോം ചെയ്യുക. അതായത് മെമ്മറി ഡിഅലോക്കേറ്റ് ചെയ്ത് അവൈലബിൾ സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവിടെ അലോക്കേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാസ്ക് എന്നുള്ളത് സ്ലോവർ ആയിട്ടുള്ള ടാസ്ക് ആണ്. സോ മെമ്മറി മസ്റ്റ് ബി എക്സ്പ്ലിസിറ്റ്ലി ഫ്രീ ടു അവോയ്ഡ് മെമ്മറി ലീക്സ് ആണ്. അതായത് ഒരു മെമ്മറി യൂട്ടിലൈസേഷന് ശേഷം അത് പിന്നീട് ആവശ്യമില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഡിഅലോക്കേഷൻ നടത്തിയിരിക്കണം. അതായത് ഗാർബേജ് കളക്ഷൻ ഓപ്പറേഷൻ നടത്തിയിരിക്കണം. ഗാർബേജ് കളക്ഷൻ നടത്തിയിട്ടില്ല എങ്കിൽ അവിടെ മെമ്മറി ലീക്സ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് അനാവശ്യമായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ഫ്രീ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വരുന്ന കോമ്പോണന്റ് അത് അലോക്കേറ്റ് ചെയ്ത് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലാണ്ട് വരുന്നൊരു സിറ്റുവേഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ഫ്രീ അപ്പ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകത്തില്ല. അപ്പം അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഅലോക്കേഷൻ പെർഫോം ചെയ്യും. ഇപ്പം ജാവ ആണെങ്കിൽ ജാവ കമ്പൈലർ വിൽ ബി റൺ ടൈം എൻവയോൺമെന്റിൽ ജാവ വെർച്വൽ മെഷീൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഫ്രീ അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഗാർബേജ് കളക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ബാക്കി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ആ ഒരു പോസിബിലിറ്റി ഇല്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ ദീസ് ആർ ദ സം ഓഫ് ദ കോൺസെപ്റ്റ്സ് in the case of the runtime environment, and it is the concept which is related with that code generation phase of the compiler ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് റൺ ടൈം എൻവയോൺമെന്റ്, എന്താണ് റൺ ടൈം മെമ്മറിയുടെ ഓർഗനൈസേഷൻ, എങ്ങനെയൊക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്. അതായത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈമിലും കമ്പാലേഷൻ ടൈമിലും അലോക്കേഷൻ നടത്തുന്നതിനാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്നത്. ഇനി അതിന് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റാറ്റിക്, സ്റ്റാക്ക്, ഹീപ്പ് എന്നുള്ളത്. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. താങ്ക് യു.